Hello, dears, welcome back. This is our 12th part for Introducing Literature. We are dealing with Module 1 Language and its Literary Nuances. In previous class, we had previous university question paper discussion, and we had mentioned that we will continue this discussion by this part also. The fourth question from our question paper is from our next topic of this module, parataxis and hypertaxis. So I think it is better to discuss the remaining part of this module 1. Only two simple topic, and after that let us go through the remaining questions from this first part of syntax of this first module. വളരെ ചെറിയ രണ്ട് ടോപ്പിക്സും കൂടെ ഇനി ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ പറയുമ്പോൾ കൂടുതൽ സൗകര്യമാകും. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പിന്നെ ടോപ്പിക്ക് പറഞ്ഞ് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് പകരം ആദ്യം നമുക്ക് പറയാനുള്ള ഈ രണ്ട് ടോപ്പിക്സ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകലാവും ഉചിതം എന്ന് മനസ്സിലാക്കുന്നു. പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ് പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ബട്ട് സോ സിമ്പിൾ. അതിൻ്റെ പേര് മാത്രമേ അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ളൂ, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കേൾക്കാത്തതുള്ളൂ. നമ്മൾ നിരന്തരം എഴുതുന്ന, പറയുന്ന, വായിക്കുന്ന കാര്യങ്ങളാണ് പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ്. വാട്ട് ഈസ് പാരാടാക്സിസ് ആൻഡ് വാട്ട് ഈസ് ഹൈപ്പോടാക്സിസ്? കഴിഞ്ഞ ക്ലാസ്സിൽ സെൻസ് ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെൻറ്റൻസിൽ കേവലം വേർഡ്സുകൾ മാത്രം ഇങ്ങനെ കൂട്ടിവെച്ചാൽ കൃത്യമായ മീനിങ് നമുക്ക് ലഭിക്കണമെന്നില്ല. ആവശ്യാനുസരണം സെൻസ് ഗ്രൂപ്പുകളാക്കി പോസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വായിച്ച് ഇതിൻ്റെ കൃത്യമായ മീനിങ് നാം മനസ്സിലാക്കിയെടുത്തതുപോലെ ചില ലിങ്കേഴ്സുകളും അതുപോലെ മറ്റു ചില ലാംഗ്വേജ് ടെക്നിക്സുകളും ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ കറക്റ്റ് മീനിങ്, അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് ലഭിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ സെൻറ്റൻസിൻ്റെ മീനിങ് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള രണ്ട് ലിറ്റററി ഡിവൈസസ്, ഫിഗർ സ്പീച്ചുകളാണ്, ലാംഗ്വേജ് ടെക്നിക്സുകളാണ് പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ്. ദെൻ അതിനിടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ ചില ഡെഫിനിഷൻസ് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പേഴ്സോണിഫിക്കേഷൻ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ചില ഡെഫിനിഷൻസ് കൂടി ഒന്ന് നോക്കി ബൈഹാർട്ടാക്കി വെക്കൽ ആവശ്യമാണ്. അതിൻ്റെ എക്സാമ്പിൾ സഹിതം ചോദിക്കുന്നുണ്ട്. കേവലം വർക്കൗട്ട് ചെയ്യാൻ മാത്രമല്ല, ഡെഫിനിഷൻസും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കൽ ഒന്ന് ബൈഹാർട്ട് രൂപത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ടോപ്പിക്സ് പറയുമ്പോഴും വളരെ സിമ്പിളായ ടെക്സ്റ്റിലില്ലാത്ത ചില ഡെഫിനിഷൻസ് കൂടിയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ പാരാടാക്സിസ്? പാരാടാക്സിസ് the placing of the clauses one after another without connecting words, conjunctions to show the relation between them. സാധാരണഗതിയിൽ രണ്ട് ക്ലോസുകൾ തമ്മിൽ ഓർ സെൻറ്റൻസുകൾ തമ്മിൽ അതിൻ്റെ ബന്ധം മനസ്സിലാവാൻ ചില കൺജങ്ഷൻസ്, കണക്റ്റിംഗ് വേർഡ്സ് ഓർ കൺജങ്ഷൻസ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കൺജങ്ഷൻസ് ഇല്ലാതെ അടുത്തടുത്ത ക്ലോസുകൾ ഓർ സെൻറ്റൻസുകൾ കോമകൾ ഇട്ടും മറ്റുമൊക്കെ ചേർത്ത് വെക്കുന്നതിനെയാണ് പാരാടാക്സിസ് എന്ന് പറയുന്നത്. കൺജങ്ഷൻസ് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, രണ്ട് ക്ലോസുകൾ പരസ്പരം കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ, ആൾദോ, ബിഫോർ, ബിക്കോസ്, ആസ് ഇഫ്, സോ ദാറ്റ്, മീൻ വൈൽ തുടങ്ങിയ രണ്ട് ക്ലോസുകളെ പരസ്പരം കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ്. മറ്റൊരു സിമ്പിൾ ഡെഫിനിഷൻ, ലിസ്റ്റിംഗ് എ സീരീസ് ഓഫ് ക്ലോസസ് വിത്ത് നോ കൺജങ്ഷൻസ്. കൺജങ്ഷൻ ഇല്ലാതെ ക്ലോസുകൾ, സീരീസ് ഓഫ് ക്ലോസുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് പാരാടാക്സിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ വെൻറ്റ് ടു കാലിക്കറ്റ്. ഹി ലോസ്റ്റ് ഹിസ് മണി. ഹി കെയിം ഹോം. ഇവിടെ 3 ക്ലോസുകൾ പറഞ്ഞിട്ടുണ്ട്. മൈ ഫാദർ വെൻറ്റ് ടു കാലിക്കറ്റ് ഒരു ക്ലോസ്, ദെൻ ഹി ലോസ്റ്റ് ഹിസ് മണി
സെക്കൻഡ് ക്ലോസ് ദെൻ ഹീ കെയിം ഹോം. ഈ 3 ക്ലോസുകൾക്കിടയിലും എന്തൊക്കെയോ ചില വേർഡ്സുകൾ വിട്ടതുപോലെയുള്ള ഒരു ആശയമാണ് നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയോ അവിടെ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ചില കണക്റ്റീവ് വേർഡ്സുകൾ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത്തരം കണക്റ്റീവ് വേർഡ്സുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കേവലം കോമ നൽകിക്കൊണ്ടാണ് ഈ 3 ക്ലോസുകളെയും ചേർത്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ഫാദർ കാലിക്കറ്റിലേക്ക് പോയി. എന്നാൽ, അങ്ങനെ, അതിനെ തുടർന്ന്, എന്നിരുന്നാലും, പക്ഷേ തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ കണക്റ്റീവ് വേർഡ്സുകൾ ഇവിടെ നൽകേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ പണം നഷ്ടപ്പെട്ടു. അതിനാൽ, അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ആയതിനാൽ ഹീ കെയിം ഹോം. എന്നാൽ അങ്ങനെയുള്ള കണക്റ്റീവ് വേർഡ്സുകളൊന്നും നൽകാതെ പറയുന്ന സെൻറ്റൻസുകൾക്കാണ് പാരാടാക്സിസ് എന്ന് പറയുന്നത്, ഓർ പാരാടാക്റ്റിക് സെൻറ്റൻസസ്. പാരാടാക്സിസിൻ്റെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ജൂലിയസ് സീസറിൻ്റെ ഫേമസ് ആയ കൊട്ടേഷൻ, ഐ കെയിം, ഐ സോ, ഐ കോങ്കേർഡ്. വന്നു, കണ്ടു, കീഴടക്കി. ഒരു ഗ്രാമാറ്റിക്കൽ കണക്ഷൻസും ഇല്ലാതെയാണത് പറഞ്ഞിരിക്കുന്നത്. വന്നു, കണ്ടു, കീഴടക്കി. ശരിക്ക് ഐ കെയിം ആൻഡ് ഐ സോ ദെൻ ഐ കോങ്കേർഡ് എന്നൊക്കെ പറയേണ്ടിയിരുന്നു. പക്ഷേ വളരെ ചുരുക്കി, കൂടുതൽ എന്തൊക്കെ വ്യാഖ്യാനിക്കാനുണ്ട്, പറയാനുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കുറച്ച് പോയറ്റിക്കായി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 2 or more ഐഡിയാസുകൾ ഗ്രാമാറ്റിക്കൽ കണക്ഷൻ ഇല്ലാതെ പറയുന്നതിനെയാണ് പാരാടാക്സിസ് എന്ന് പറയുന്നത്. മലയാളത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ പറയാണ്, പരീക്ഷ അടുത്തു, ഞങ്ങൾ പഠിക്കുന്നു. അപ്പോൾ അവിടെ അതുകൊണ്ടെന്നോ അതിനാലാണെന്നോ അങ്ങനത്തെ ഒരു കണക്ഷനൊന്നും ഇല്ലാതെ നമ്മൾ പറയും. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ കൂടുതൽ സ്റ്റോറികളിലും നോവലുകളിലും ഡ്രാമകളിലൊക്കെയാണ് കൂടുതൽ കാണാറ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളൊന്ന് വായിക്കാം. റൈറ്റേഴ്സ് യൂസ് വേരിയസ് ലിങ്കിങ് ഡിവൈസസ് ടു സ്ട്രിങ് സെൻറ്റൻസ് ടുഗദർ. സെൻറ്റൻസുകളെ പരസ്പരം ചേർത്ത് നിർത്താൻ വേണ്ടി റൈറ്റേഴ്സുകൾ വേരിയസ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു, വേരിയസ് ലിങ്കിങ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ടെക്നിക്കാണ് പാരാടാക്സിസ്. Parataxis is a technique in language where words are linked together by placing them side by side. In Greek, it means to arrange side by side. ഗ്രീക്ക് ലാംഗ്വേജിൽ പാരാടാക്സിസ് എന്ന് പറയുമ്പോൾ സൈഡ് ബൈ സൈഡ് എന്നാണ് മീനിങ് വരുന്നത്. കണക്റ്റിംഗ് വേർഡ്സുകളില്ലാതെ, കൺജങ്ഷൻസ് ഇല്ലാതെ ഓരോ വേർഡ്സിനെയും സൈഡ് ബൈ സൈഡായി ഇങ്ങനെ സെൻറ്റൻസുകളെ പരസ്പരം ലിങ്ക് ചെയ്യുന്ന ലാംഗ്വേജ് ടെക്നിക്കാണ് പാരാടാക്സിസ്. നേരത്തെ നാം പറഞ്ഞ ഐ കെയിം, ഐ സോ, ഐ കോങ്കേർഡ് എന്നതിൽ ഐ കെയിം, ഐ സോ, ഐ കോങ്കേർഡ് എന്നീ 3 ഐഡിയാസിനെ സൈഡ് ബൈ സൈഡായി ഇങ്ങനെ തൊട്ടടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. അവകൾക്കിടയിൽ പരസ്പരം കണക്റ്റീവ് വേർഡ്സുകളില്ല, അവൾക്കിടയിൽ ഗ്രാമാറ്റിക്കൽ കണക്ഷൻസ് ഇല്ല, കോമകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സൈഡ് ബൈ സൈഡായി ഓരോ ആശയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നതിനെയാണ് പാരാടാക്സിസ് എന്ന് പറയുന്നത്. വെൻ വി ലിസ്റ്റ് ഔട്ട് ഒബ്ജക്ട്സ്, ഐഡിയാസ് ഓർ മേക്ക് പാരലൽ കൺസ്ട്രക്ഷൻസ്, വി ആർ യൂസിങ് പാരാടാക്സിസ്. എപ്പോഴാണ് നാം പാരാടാക്സിസ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരുപാട് ഒബ്ജക്ട്സുകളും ഐഡിയാസുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ പാരാടാക്സിസ് നാം ഉപയോഗിക്കുന്നു പറയും. ഓർ മേക്ക് പാരലൽ കൺസ്ട്രക്ഷൻസ്, അതായത് 2 or more clauses or words സിമിലർ സ്റ്റൈലിൽ, സെയിം സ്ട്രക്ചറിൽ, ലെങ്ത്തിൽ, ഫോമിലൊക്കെ പറയുന്നതാണ്. അതായത് സെൻറ്റൻസുകൾക്ക് ഒരേ സ്റ്റൈലും ഒരേ സ്ട്രക്ചറൊക്കെ നൽകി ഒന്നുകൂടി ഭംഗിയാക്കുന്നതാണ് പാരലൽ കൺസ്ട്രക്ഷൻ. പാരലലായിട്ട് സെയിം ആയിട്ട് സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ ലൈക്ക് പ്ലേയിങ്, ഫാദർ ലൈക്ക് റീഡിങ്, മദർ ലൈക്ക് കുക്കിംഗ്, ബ്രദർ ലൈക്ക് സ്വിമ്മിങ് എന്നൊക്കെ പറഞ്ഞ് ഒരേ രൂപത്തിൽ ഒരേ ലെങ്ത്തിൽ സെൻറ്റൻസുകൾ പറയാൻ വേണ്ടി ആൻഡും ബട്ടും മറ്റൊക്കെ ഒഴിവാക്കിയിട്ട് പറയും. അപ്പോൾ നേരത്തെ നാം പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും സെൻറ്റൻസുകളെ കൺസിസ് ചെയ്ത് പറയുക, ഷോർട്ടാക്കി പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരം പാരാടാക്സിസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. സീ ദ ഫോളോവിങ് സെൻറ്റൻസ് ഫ്രം ചെക്കോവേ ആൻഡ് ബോൺസ് സ്റ്റോറി. മുമ്പ് നമുക്ക് കണ്ട ആൻഡൻ ചെക്കോവയുടെയും അതുപോലെ റസ്കിൻ ബോണ്ടിൻ്റെയും സ്റ്റോറിയിലെ ചില സെൻറ്റൻസുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. But suddenly his face wrinkled, his eyes rolled, his breath stopped. He put down the opera glasses, bent forward,
ആൻഡ് അച്ചു. എസ് ആൻ്റൺ ചെക്കോവയുടെ ദ ഡെത്ത് ഓഫ് ക്ലർക്ക്, അതിലെ ഫസ്റ്റ് പാരാഗ്രാഫിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 22, അതിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഭാഗമാണ്. ചെർവിയക്കോവിൻ്റെ സ്നീസിങ് ആണ് അവിടെ പറയുന്നത്. എസ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ചുളിഞ്ഞു, കണ്ണുകൾ ഉരുണ്ടു, ശ്വാസം നിലച്ചു. ഒപ്പേര പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്ന തൻ്റെ ഗ്ലാസ്സുകൾ അദ്ദേഹം എടുത്തു മാറ്റി, മുന്നോട്ട് കുനിഞ്ഞു. ചോ അല്ലേ, അദ്ദേഹം തുമ്മി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നൽകേണ്ടിയിരുന്ന കണക്റ്റിംഗ് വേർഡ്സുകളൊന്നും നൽകാതെ പറഞ്ഞപ്പോൾ ഈ സെൻറ്റൻസുകൾ വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. എന്തോ അവിടെ നടക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് ആൻഡ് ദെൻ ബട്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷേ അത്ര എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പാരാടാക്സിസായി ഉപയോഗിച്ച സെൻറ്റൻസാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിളിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ ഐഡിയകളും കോമയിട്ട് പറഞ്ഞു പോയേക്കാണ്. പാരാടാക്സിസിനുള്ള എക്സാമ്പിളാണ്. The leopard had sprung at her throat, broken her neck and dragged her into the bushes. Yes, Eyes of the Cat എന്ന റസ്കിൻ ബോണ്ടിൻ്റെ സ്റ്റോറിയിൽ നിന്നുള്ള ഭാഗമാണ്. പേജ് നമ്പർ 20, അതിന് ഏകദേശം ലാസ്റ്റ് ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത്. ആ ലെപ്പാർഡ് ടീച്ചറുടെ ദേഹത്തേക്ക് ചാടി വീഴുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. സ്പ്രിങ്, സ്പ്രാങ്, സ്പ്രങ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി സ്പ്രിങ്. എസ് കുതിച്ചു, ചാടിപ്പിടിച്ചു അല്ലേ. എസ് ആ ലെബാർഡ് പുള്ളിപ്പുലി അവളുടെ ത്രോട്ടിലേക്ക് കുതിച്ചു, ചാടിപ്പിടിച്ചു, അവളുടെ കഴുത്തൊടിച്ചു, ആ ബുഷസിലേക്ക്, ആ കാട്ടിലേക്ക് അവളെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി. എസ് ഹിയർ ഓൾസോ യൂസ്ഡ് പാരാടാക്റ്റിക് ടെക്നിക്. ദ ലെബാർഡ് ഹാഡ് സ്പ്രങ് അറ്റ് ഹെർ ത്രോട്ട് എന്നതിന് ശേഷം ആൻഡ് ബട്ട് എന്നൊന്നും ഉപയോഗിക്കാതെ കോമ ഇട്ടുകൊണ്ടാണ് നെക്സ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, പാരാടാക്സിസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ നൗ ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഹൈപ്പോടാക്സിസ്. ഹൈപ്പോടാക്സിസ്, യെസ്, വെരി സിമ്പിൾ ടോപ്പിക്. നേരത്തെ നാം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. യെസ്, വിത്ത് കണക്റ്റിംഗ് വേർഡ്സ് ഓർ കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോസുകളെ ബന്ധിപ്പിച്ചു പറയുന്നതാണ് hypotax. In hypotaxis, different clauses are linked together by using connecting words, although, unless, because, while, and one clause is subordinate to another. നേരത്തെ നാം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. യെസ്, although, unless, because, while, though തുടങ്ങിയ കണക്റ്റിംഗ് വേർഡ്സുകൾ കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ക്ലോസുകളെ പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ട് ചേർത്ത് നിർത്തുന്ന ലാംഗ്വേജ് ടെക്നിക്കാണ് ഹൈപ്പോടാക്സിസ്. ആൻഡ് വൺ ക്ലോസ് ഈസ് സബോർഡിനേറ്റ് ടു അനദർ. യെസ്, ആൻഡ് ഹിയർ ദ നെക്സ്റ്റ് ക്ലോസ് കനോട്ട് സ്റ്റാൻഡ് അലോൺ ആസ് എ സെൻറ്റൻസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെയുള്ള ക്ലോസുകളെ ചേർത്ത് നിർത്തുന്നത് ഇങ്ങനെയുള്ള കണക്റ്റിംഗ് വേർഡ്സുകളാണ്. Yes, this means that one of the clauses is dependent on the other. ചേർന്ന് നിൽക്കുന്ന ഒരു ക്ലോസ് മറ്റൊരു ക്ലോസിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. വൈൽ ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങിപ്പോയി. ഈ രണ്ട് ക്ലോസുകളെയും ഐ സ്ലെപ്റ്റ്, ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ് എന്നീ രണ്ട് ക്ലോസുകളെ പരസ്പരം കണക്ട് ചെയ്ത് നിർത്തുന്നത് വൈൽ എന്ന കണക്റ്റിംഗ് വേർഡാണ്. സോ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ടെക്നിക്കാണ്, ഫിഗർ ഓഫ് സ്പീച്ചാണ് ഹൈപ്പോടാക്സിസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിലെ ലൈൻസുകൾ വായിക്കുമ്പോൾ ഹൈപ്പോടാക്സിസ് വിച്ച് ക്യാരീസ് ദ സെൻസ് ഓഫ് അറേഞ്ച് അണ്ടർ ഈസ് എ മോർ കോംപ്ലിക്കേറ്റഡ് സ്ട്രിങ്ങിങ് ടുഗദർ ഓഫ് വേർഡ്സ് ഓൺ ഫേസസ് വിത്ത് ലിങ്കേഴ്സ് ലൈക്ക് although, unless, because, while, whenever and so on. Stringing together of words and phrases with linkers like although, unless, because, while, whenever. Although, unless, because, while തുടങ്ങിയ കണക്റ്റിംഗ് വേർഡ്സ് ലിങ്കേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വേർഡ്സുകളെയും ഫ്രേസുകളെയും സ്ട്രിങ്ങിങ് ടുഗദർ പരസ്പരം ചേർത്ത് നിർത്തുന്ന ലിറ്റററി ഡിവൈസാണ് ഹൈപ്പോടാക്സിസ്. It is a syntactical arrangement in which some parts are structurally dependent on others.
സിൻഡാക്റ്റിക്കൽ റിലേറ്റഡ് ടു സിൻഡാക്സ് ചില റൂൾസുകളും കണ്ടീഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കമ്പൈൻ ചെയ്യപ്പെട്ട ഫ്രേസുകളും സെൻറ്റൻസുകളുമാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്ലോസുമായി സെൻറ്റൻസുമായി ലിങ്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇതിന് മീനിങ് കിട്ടുന്നത് അല്ലെങ്കിൽ പൂർണ്ണാർത്ഥം ലഭിക്കുന്നത്. ആ രൂപത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന, കണക്ട് ചെയ്ത് നിൽക്കുന്ന, പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ക്ലോസുകളായിരിക്കും, സെൻറ്റൻസുകളായിരിക്കും ഹൈപ്പോടാക്സിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. Then hypotaxis sometimes produces a kind of surprise or shock or humor. ഹൈപ്പോടാക്സിസ് സെൻറ്റൻസുകൾ ചിലപ്പോൾ ഹ്യൂമറുകളും ഷോക്കുകളും സർപ്രൈസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഓൾദോ യു ആർ മൈ സിസ്റ്റർ യു ആർ എ മങ്കി. നീ ഒരു സിസ്റ്റർ ആണെങ്കിലും, എൻ്റെ സിസ്റ്റർ ആണെങ്കിലും നീ ഒരു മങ്കിയാണ്. അവിടെ ഓൾദോ എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചാണ് ഈ ഒരു തരം ഒരു ഹ്യൂമർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഓൾദോ ഇവിടെ കണക്റ്റീവ് വേർഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസ് ഹൈപ്പോടാക്സ് ആണെന്ന് പറയാം. ദെൻ വൈൽ ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ്. ഇവിടെ അവൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്തു, ഐ സ്ലെപ്റ്റ് എന്ന് മാത്രം പറയുന്ന സമയത്ത് ഒരു സർപ്രൈസോ ഷോക്കോ ഉണ്ടാവണമെന്നില്ല. മറിച്ച് അവിടെ വൈൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ, ആ സമയത്ത് തന്നെ ഞാൻ സ്ലെപ്റ്റായി എന്ന് പറയുമ്പോഴാണ് അവിടെ സർപ്രൈസും ഷോക്കും ഒക്കെ വരുന്നത്. ഇത്തരത്തിൽ സർപ്രൈസുകളും ഷോക്കുകളും ഹ്യൂമറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഹൈപ്പോടാക്സിസ് സെൻറ്റൻസുകൾ. ദെൻ ഹിയർ അനദർ എക്സാമ്പിൾ ഫോർ ഹൈപ്പോടാക്സിസ്, ആൻഡ് ദിസ് ഓൾസോ ഫ്രം ഐസ് ഓഫ് ദി കാറ്റ് ബൈ റസ്കിൻ ബോർഡ്. ദിസ് ലൈൻ the page number 20. Although the moon shone brightly on the tin-roofed town, the leopard knew where the shadow were the deepest and merged beautifully with them. ആ ഒരു സ്റ്റോറിയിൽ ടീച്ചറെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ ലെപാർഡ് വരുന്നതാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബിന്നിയെ ട്രാൻസ്ഫോം ചെയ്തതാണ് ഈ ഒരു ലെപാർഡ്. അവിടെ മൂണ് വളരെ ബ്രൈറ്റ്ലി ആയി തിളങ്ങുന്നുണ്ടായിട്ട് പോലും ഷാഡോ എവിടെയാണ് കൃത്യമായി ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത് എന്ന് ലെപാർഡിന് അറിയാൻ സാധിച്ചു എന്നതാണ്. ഇവിടെ ഓൾദോ എന്ന കൺജങ്ഷൻ വേർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ ഹൈപ്പോടാക്സിസ് സെൻറ്റൻസ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ഹിയർ വി ഹാവ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി. Here is a passage and we are asked to pick out examples for parataxis and hypotaxis. This passage is from the short story Hills Like White Elephants by Ernest Hemingway. This story speaks about an American man and a woman. Yes, here the girl is now in Spanish train station and she is waiting the train to Madrid. The title Hills Like a White Elephants. The girl compared the nearby hills to a white elephant. മുമ്പിലുള്ള ഹില്ല് അതൊരു എലിഫൻ്റായി കമ്പയർ ചെയ്യുന്നു. അതിനെപ്പറ്റി പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ടൈറ്റിൽ ഹിൽസ് ലൈക്ക് എ വൈറ്റ് എലിഫൻസ് എന്ന് വരുന്നത്. അപ്പോൾ പരിസരത്തുള്ള ചില വിവരണങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തിലൂടെ വരുന്നത്. The hills across the valley of the Ebro were long and white. On this side there was no shade and no trees, and the station was between two lines of rails in the sun. Close against the side of the station there was the warm shadow of the building and a curtain made of strings of bamboo beds hung across the open door into the bar to keep out flies. The American and the girl with him sat at a table in the shade outside the building. It was very hot and the express from the Barcelona would come in 40 minutes. It stopped at this junction for 2 minutes and went on to Madrid. അപ്പോൾ ഇവിടെ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള ചില കാഴ്ചകളെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. ഹിൽസിനെ പറ്റി പറയുന്നു. അവിടെ ഷെയ്ഡുകളില്ല, ട്രീകളില്ല, ബിൽഡിങ്ങിൻ്റെയും ഒരു കർട്ടൻ്റെയും ഒക്കെ ഒരു ഷാഡോ പറയുന്നു. ദെൻ ഒരു അമേരിക്കക്കാരനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഗേളും അവിടെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ 40 മിനിറ്റിനുള്ളിൽ ട്രെയിന് ബാഴ്സലോണയിൽ നിന്ന് എക്സ്പ്രസ് ബാഴ്സലോണയിൽ നിന്ന് വരുന്നു. അങ്ങനെ ആ ജംഗ്ഷനിൽ 2 മിനിറ്റ് ട്രെയിൻ നിൽക്കുന്നു. ദെൻ മാഡ്രിഡിലേക്ക് പോകുന്നു. ഹൈപ്പോടാക്സിൻ്റെയും പാരാടാക്സിൻ്റെയും എക്സാമ്പിൾസ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാസേജ് മൊത്തത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇവിടെ ലിങ്കേഴ്സുകളോ കണക്ഷൻ വേർഡുകളോ കാണുന്നില്ല. സബോർഡിനേറ്റീവ് ക്ലോസുകളോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളോ കാണുന്നില്ല. സോ ലെറ്റ് us conclude that the whole passage is example for parataxis. പാരാടാക്സിന് എക്സാമ്പിളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ആ കോമയിട്ട് പറയുന്ന ഭാഗങ്ങളൊക്കെ
പാരാടാക്സിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ആൻഡ് എന്ന വേർഡൊക്കെ നമുക്ക് കാണുമെങ്കിലും പരസ്പരം രണ്ട് ക്ലോസുകൾക്കിടയിലുള്ള ഒരു ലിങ്കായി പ്രവർത്തിക്കുന്ന ഇതിലല്ല ഇത് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് കൺജങ്ഷൻ തന്നെ പ്യൂർ കൺജങ്ഷനും ആൻഡ് സബോർഡിനേറ്റീവ് കൺജങ്ഷനും ഉണ്ട്. ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗം അതിനോട് ഒപ്പമുള്ള സെൻറ്റൻസിനെ ക്ലോസിനെ ഡിപ്പെൻഡൻ്റ് നിൽക്കുമ്പോൾ മാത്രമാണ് അത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആകുന്നത്. അത്തരം ക്ലോസുകളെ കണക്റ്റ് ചെയ്യുന്ന ലിങ്ക് ചെയ്യുന്ന കൺജങ്ഷനാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അങ്ങനെയുള്ള കൺജങ്ഷനൊന്നും ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് പാരാടാക്സിസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കിത് പറയാം. എന്നാൽ നെക്സ്റ്റ് പേജിൽ തന്നിരിക്കുന്ന പാസേജിലെ ഫസ്റ്റ് 2 സെൻറ്റൻസുകളിലെ ഓൾദോ എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. See the first 2 sentences. What if they were combined with although? Although the hills across the valley of the Ebro were long and wide, on the side there was no shade and no trees, and the station was between 2 lines of rails in the sun. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 സെൻറ്റൻസുകളെ ഓൾദോ അങ്ങനെ ആയിരുന്നിട്ടും എന്നിട്ടും എന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഹൗ ഈസ് ദ എഫക്റ്റ് ഡിഫറെൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ മീനിങ്ങിൽ ഒരു പുതുമ വരുന്നുണ്ട്. ആൻഡ് വിച്ച് സ്റ്റൈൽ ഡു യു ലൈക്ക് ബെറ്റർ വൈ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയാണ് നല്ലത്, ഓൾദോ വെച്ച് പറയുന്നതാണോ അല്ലാതെയോ? അപ്പോൾ ഒരു മീനിങ്ങിൽ ഒരു പുതുമ വരുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഓൾദോ വെച്ച് പറയുന്ന രീതിയാണ് നല്ലതെന്ന് പറയാം. എന്നിരുന്നാലും ഇവിടെ ഓൾദോ വെച്ചതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസ് ഹൈപ്പോടാക്സിസ് ആണെന്ന് പറയാം. നമുക്ക് എക്സാമിന് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഹൈപ്പോടാക്സിസ് എലമെൻറ്റ്സ് ഏതാണ് അല്ലെങ്കിൽ കണക്റ്റീവ് വേർഡ് ഏതാണ് എന്നൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ അതിനെ കൂടുതൽ കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സിൻടാക്സ് പാർട്ടിലെ ഫസ്റ്റ് മൊഡ്യൂൾ 2 പാർട്ടുകളാണ്, സിൻടാക്സ് ആൻഡ് പോയറ്റിക്. ഇതിലെ പോയറ്റിക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞു തീർത്തത്. ദെൻ അതിന് ശേഷമാണ് സിൻടാക്സ് പറഞ്ഞത്. അപ്പോൾ ഈ സിൻടാക്സ് പാർട്ടിലുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വന്ന സിൻടാക്സ് പാർട്ടിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ബാക്കി ഈ ഒരു ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് മൊഡ്യൂളിലെ പോയറ്റിക് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിലായിട്ട് പിന്നീട് നമുക്ക് ചെയ്യാം. ദ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ 2019 നടന്ന ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പാരാടാക്റ്റിക് ആൻഡ് ഹൈപ്പോടാക്റ്റിക് സെൻറ്റൻസസ് ഫ്രം ദ ഗിവൺ പാസേജ്. കണക്റ്റിംഗ് വേർഡുകൾ ഉപയോഗിച്ച്, കൺജങ്ഷൻസ് ഉപയോഗിച്ച്, ആൾദോ, അൺലെസ്, ബിക്കോസ്, വൈൽ തുടങ്ങിയ കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് 2 ക്ലോസുകളെ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഹൈപ്പോടാക്സിസ്. എന്നാൽ അത്തരം കണക്റ്റിംഗ് വേർഡ്സുകളില്ലാതെ വേർഡുകൾ സൈഡ് ബൈ സൈഡായി വെച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഐഡിയാസുകളെ ലിങ്ക് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് പാരാടാക്സിസ് എന്ന് പറയുന്നത്. ഇസ് ദ ക്വസ്റ്റ്യൻ, വൈൽ ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ്, ബട്ട് സഡൻലി ഐ ഗോട്ട് അപ്പ്, മൈ ഐസ് റോൾഡ്, മൈ ബ്രെത്ത് സ്റ്റോപ്ഡ്. അപ്പോൾ ഇതിലേതാണ് പാരാടാക്റ്റിക് ആൻഡ് ഹൈപ്പോടാക്റ്റിക് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ വൈൽ എന്ന കണക്റ്റിംഗ് വേർഡ് കൺജങ്ഷൻ ഉണ്ട്. സോ നമുക്കത് പറയാം, ആ ഒരു സെൻറ്റൻസ് വൈൽ തുടങ്ങുന്ന വൈലുള്ള സെൻറ്റൻസ് ഹൈപ്പോടാക്റ്റിക് സെൻറ്റൻസ് ആണ്. അയാളത് കുക്ക് ചെയ്തപ്പോഴേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ഇത് എടുത്ത് എഴുതാം. ഹൈപ്പോടാക്റ്റിക് സെൻറ്റൻസ് വൈൽ ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ് എന്നാണ്. നെക്സ്റ്റ്, ബട്ട് സഡൻലി ഐ ഗോട്ട് അപ്പ്, മൈ ഐസ് റോൾഡ്, മൈ ബ്രെത്ത് സ്റ്റോപ്ഡ്. കോമ ഇട്ടുകൊണ്ട് ഓരോ ആശയങ്ങൾ ഇങ്ങനെ തൊട്ടടുത്ത് പറഞ്ഞു പോവുകയാണ്. കണക്റ്റിംഗ് വേർഡുകൾ ഉപയോഗിക്കാതെ, ഇവിടെ കണക്റ്റിംഗ് വേർഡുകൾ ഉപയോഗിക്കാതെ, ലിങ്കേഴ്സുകൾ ഉപയോഗിക്കാതെ കോമ ഇട്ടുകൊണ്ട് ഓരോ ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. സോ അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പാരാടാക്റ്റിക് സെൻറ്റൻസുകളാണ്. വൈൽ ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ് എന്നത് ഹൈപ്പോടാക്റ്റിക് സെൻറ്റൻസ് ആണ്. ബട്ട് സഡൻലി ഐ ഗോട്ട് അപ്പ്, മൈ ഐസ് റോൾഡ്, മൈ ബ്രെത്ത് സ്റ്റോപ്ഡ് എന്നത് പാരാടാക്റ്റിക് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായ രൂപത്തിലാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് എക്സാമിനൊക്കെ വരിക. പ്രത്യേകം അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ ഈ ഒരു സിൻടാക്സ് പാർട്ടിൽ നിന്ന് വരുന്നത്.
അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസൊക്കെ പോയറ്റിക് സെഷനിലാണ്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് വരുന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നാം പറയുന്നത്. മാർക്ക് ദ സെൻസ് ഗ്രൂപ്പ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. സെൻസ് ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം, മീനിങ് കൃത്യമായി ലഭിക്കുന്ന രൂപത്തിൽ വേർഡുകളെ ഒരു ഗ്രൂപ്പുകളായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുക. അതാണ് സെൻസ് ഗ്രൂപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Jessie said that Vimala was stopped abruptly on the way to college and abducted by a gang of youngsters in black mask. എങ്ങനെ മീനിങ് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം? ഇതിൻ്റെ മീനിങ് ജെസ്സി പറഞ്ഞു, വിമല കോളേജിലേക്കുള്ള വഴി വെച്ച് പെട്ടെന്ന് തടയപ്പെടുകയും അവളെ ഗാങ് ഓഫ് യങ്സ്റ്റേഴ്സ്, ബ്ലാക്ക് മാസ്ക് ധരിച്ച ഗാങ് ഓഫ് യങ്സ്റ്റേഴ്സ് അബ്ഡക്റ്റഡ്, ടേക്കിംഗ് അവേ ബൈ ഫോഴ്സ്, കിഡ്നാപ്പ്ഡ് അല്ലേ, ബലം പ്രയോഗിച്ചു കൊണ്ടുപോവുക, തട്ടിക്കൊണ്ടുപോവുക, കിഡ്നാപ്പ്ഡ്. എങ്ങനെ ഇനി മീനിങ് കൃത്യമായി ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം? ജെസ്സി സെഡ് ദാറ്റ് ഒരു സെൻസ് ഗ്രൂപ്പായി നമുക്ക് പറയാം. നെക്സ്റ്റ്, വിമല വാസ് സ്റ്റോപ്പ്ഡ് അബ്രപ്റ്റ്ലി, ദെൻ ഓൺ വേ ടു ദ കോളേജ്, ദെൻ ആൻഡ് അബ്ഡക്റ്റഡ് ബൈ ഗാങ് ഓഫ് യങ്സ്റ്റേഴ്സ്, മറ്റൊരു സെൻസ് ഗ്രൂപ്പായി ഇൻ ബ്ലാക്ക് മാസ്ക്. അപ്പോൾ ഇങ്ങനെ മീനിങ് നഷ്ടപ്പെടാത്ത രൂപത്തിൽ, കൺഫ്യൂഷൻ ഇല്ലാത്ത രൂപത്തിൽ ഗ്രൂപ്പ് ആക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്, 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മുമ്പുള്ള ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ പോയറ്റിക് ഭാഗത്തുനിന്നും അതുപോലെ മറ്റു മൊഡ്യൂളിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 18 സെക്ഷൻ 2ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 2, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നോട്ട് എക്സീഡിങ് 100 വേർഡ്സ്. 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് വിപുലമായിട്ട് എഴുതേണ്ടി വരും, ഏകദേശം ഒരു പേജോളം വരേണ്ടി വരും. എന്നാൽ ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അതിന് ആൻസർ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ റൈറ്റ് കൊളൊക്കേഷൻസ്. ചൂസ് ഫ്രം ദ വേർഡ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ കുറച്ച് കൊളൊക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ അത് മാച്ചാകുന്ന രൂപത്തിൽ അത് എടുത്ത് വെക്കാനാണ് പറയുന്നത്. ഹെവി, ദെൻ ഡെലിക്കേറ്റ്, വീക്കായ, നേരിയ, ലോലമായ എന്നൊക്കെ പറയാം. ബ്ലിസ്ഫുൾ, എക്സ്ട്രീംലി ഹാപ്പി, അത്യധികം ആനന്ദമായ, സുഖകരമായ എന്നൊക്കെ പറയാം. ദെൻ ലാസ്റ്റിംഗ്, പെർസിസ്റ്റിംഗ്, ലോങ്, ഒരുപാട് കാലം നിലനിൽക്കുന്ന, കൂടുതൽ സമയം നിലനിൽക്കുന്ന എന്നൊക്കെ പറയാം. എവർ ലാസ്റ്റിംഗ് അല്ലേ, ലാസ്റ്റിംഗ് പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ദെൻ ഗ്രെയിനി, റിസംബ്ലിംഗ് വിത്ത് ഗ്രെയിൻ, ധാന്യം പോലെ തരിതരിയായ, ചെറിയ എന്നൊക്കെ പറയാം. ബൂമിങ്, വികസിക്കുക, വളരുക, ബൂമിങ് ടൗൺ എന്നൊക്കെ പറയാറുണ്ട്. ഗ്രേവിൻ്റെ അർത്ഥം നമുക്കറിയാം, ശവക്കല്ലറ എന്നാണ്. പക്ഷേ ഇവിടെ നൗണിൻ്റെ അർത്ഥമല്ല ഗ്രേവിന് നൽകേണ്ടത്. മറ്റു വേർഡ്സുകൾ നോക്കുന്ന സമയത്ത് എല്ലാം അഡ്ജക്റ്റീവ്സുകളാണ്. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന മീനിങ്സ് ഉള്ളതാണ്. ഹെവിയായ, ഡെലിക്കേറ്റായ, ബ്ലിസ്ഫുള്ളായ, ലാസ്റ്റിംഗ് ആയ. ആ അർത്ഥത്തിൽ ഗ്രേവിന് ഒരു അഡ്ജക്റ്റീവ്സിൻ്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ വെരി സീരിയസ് ആയ, വറിയിങ് ആയ എന്നുള്ള അർത്ഥത്തിലാണ്. ബോൺ, സ്ട്രോങ്, ഗുഡ്. യെസ്, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കൊളൊക്കേഷൻ, ഏറ്റവും ആപ്റ്റായ, റൈറ്റായ കൊളൊക്കേഷൻ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊളൊക്കേഷൻ നമുക്ക് എന്താണെന്നറിയാം. ആപ്റ്റായ, ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ, ഒരു വേർഡുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വേർഡ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1, ഹി വുഡ് ലൈക്ക് ടു ഹിസ് ഓൺ മദർ. അപ്പം അമ്മയോട് എന്തായാലും കളവ് പറയും. ഹീസ് എ ഡാഷ് ലയർ. അപ്പോൾ ഇവിടെ ഹെവി, ഡെലിക്കേറ്റ്, ബ്ലിസ്ഫുൾ, ലാസ്റ്റിംഗ്, ഗ്രെയിനി, ബൂമിങ്, ഗ്രേവ്, ബോൺ നമുക്ക് പറ്റും അല്ലേ, ബോൺ ലയർ, ജന്മനാൽ തന്നെ കളവ് പറയുന്ന ആൾ. സ്ട്രോങ്, ഗുഡ്, അപ്പോൾ അത് ഒന്നും പറ്റില്ല. അപ്പോൾ അവിടെ ബോൺ ലയർ എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ദ സീക്രട്ട് ടു എ മാരേജ് ഈസ് ഹാണസ്റ്റ്ലി ഓൺ ദ ബോത്ത് സൈഡ്. അത്തരം മാരേജുകളുടെ രഹസ്യം രണ്ട് ഭാഗത്തുമാണ്, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുള്ളവരുടെയും ഹോണസ്റ്റിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മാരേജസിൻ്റെ സീക്രട്ട് രണ്ട് ഭാഗത്തുള്ളവരുടെയും ഹോണസ്റ്റിയിലാണ്. ഇവിടെ ഹെവി, ഡെലിക്കേറ്റ്, ബ്ലിസ്ഫുൾ നമുക്ക് പറയാം. ലാസ്റ്റിംഗ്, അതിനേക്കാൾ ഏറ്റവും ആപ്റ്റായി വരുന്നത് ലാസ്റ്റിംഗ് ആണ്. ദെൻ ഗ്രെയിനി, ബൂമിങ്, ഗ്രേവ്, ബോൺ, സ്ട്രോങ്, ഗുഡ്. അപ്പോൾ എന്നും നിലനിൽക്കുന്ന ശാശ്വതമായൊരു മാരേജ്, ആ അർത്ഥത്തിൽ അവിടെ ലാസ്റ്റിംഗ് മാരേജ് എന്നാണ് റൈറ്റ് കൊളോക്കേഷനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അവിടെ റൈറ്റ് കൊളോക്കേഷനായി ലാസ്റ്റിംഗ് മാരേജ് എന്നാണ്
വരുന്നത്. ദെൻ ദർ ഇസ് ഡാഷ് ഡേഞ്ചർ, ദാറ്റ് സിറ്റുവേഷൻ മേ ഡീജനറേറ്റ് ഇൻ ടു വാർ. ഇവിടെ ഡേഞ്ചർ വളരെ സീരിയസ് ആയൊരു ഡേഞ്ചർ, വറിയിങ് ആയ ഡേഞ്ചർ എന്നർത്ഥത്തിലാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. സോ ആ ഒരർത്ഥത്തിൽ ഹെവി എന്നതിനേക്കാളും സ്ട്രോങ് എന്നതിനേക്കാളും ഡേഞ്ചറിനോട് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായ കൊളോക്കേഷൻ ഗ്രേവ് എന്നാണ്. ഡേഞ്ചറിനോട് കൂടെ സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് ഗ്രേവ് എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഉപയോഗങ്ങളൊക്കെ ഉള്ളതും. സോ ഹിയർ ദ ആൻസർ ഈസ് ഗ്രേവ് ഡേഞ്ചർ, വെരി സീരിയസ് ഓർ വെരി വറിയിങ് ഡേഞ്ചർ എന്നർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 4. The dash economy in Singapore is the result of low interest rates and taxation. ഇവിടെ ഹെവി, ഡെലിക്കേറ്റ്, ബ്ലിസ്ഫുൾ, ലാസ്റ്റിംഗ്, ഗ്രെയിനി, ബൂമിങ്, വളരുന്ന, വികസിച്ചു കൊണ്ടിരിക്കുന്ന, ബൂമിങ് ഇക്കണോമി എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്കണോമിയോട് കൂടെ ചേർക്കാൻ പറ്റുന്ന ആപ്റ്റായ കൊളോക്കേഷൻ ബൂമിങ്. Next, he has no idea what he wants to do for a job, but seems satisfied living in dash ignorance. അപ്പോൾ അവന് ജോലി ചെയ്യാൻ വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ഇഗ്നറൻസിൽ അങ്ങനെ ജീവിക്കുന്നതിൽ സാറ്റിസ്ഫൈഡ് ആയി തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇഗ്നോറൻസിന് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ ഹെവി, ഡെലിക്കേറ്റ്, ബ്ലിസ്ഫുൾ നമുക്കിവിടെ കൊടുക്കാം. ദെൻ ലാസ്റ്റിംഗ്, ഗ്രെയിനി, ബൂമിങ്, ഗ്രേവ്, ബോൺ, സ്ട്രോങ്, ഗുഡ്. അവിടെ ഏറ്റവും ആപ്റ്റായി വരുന്ന കൊളോക്കേഷൻ ബ്ലിസ്ഫുൾ ആണ്. ആ ഒരു ബ്ലിസ്ഫുള്ളായ ഇഗ്നോറൻസിൽ ജീവിക്കുന്നത് സാറ്റിസ്ഫൈഡായി ഫീൽ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് മൊഡ്യൂൾ, സിൻടാക്സ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മറ്റു വീഡിയോകളിലായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഈ ഒരു മൊഡ്യൂളിലെ ചില ഭാഗങ്ങളൊക്കെ ഓഫ്ലൈനായി നമ്മൾ പറഞ്ഞതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ചിലപ്പോൾ വീഡിയോയിൽ ഉണ്ടാവണമെന്നില്ല, എങ്കിലും അതിൻ്റെ ഒരു നോട്ട്സ് തയ്യാറാക്കണമെന്നുണ്ട്. സോ ഡൗട്ട്സുകൾക്കും ഫർദർ ക്ലാരിഫിക്കേഷനും യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, ടേക്ക് കെയർ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.